പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തൃപ്രയാർ ക്ഷേത്രത്തിലെത്തും. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് അല്ലെ തൃപ്രയാറിൽ നിന്ന്. നിഖിൽ ഇപ്പോൾ എവിടെയാണുള്ളത്? പ്രധാനമന്ത്രി എപ്പോഴാണ് ക്ഷേത്ര സന്ദർശനത്തിനായി അവിടേക്ക് എത്തുക? അങ്ങോട്ടേക്ക് അദ്ദേഹം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. തൃപ്രയാർ ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനുള്ളത്. ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ അക്ഷമരായി കാത്തിൽക്കുന്നത് നമുക്ക് കാണാം. മലപ്പാട് ഹെലിപാഡിൽ അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. നമുക്ക് കാണാൻ കഴിയും ഈ രണ്ട് ഭാഗത്തും ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. പുഷ്പവൃഷ്ടിയൊക്കെ നടത്തുന്നതിന് വേണ്ടി കയ്യിലൊക്കെ പൂക്കളൊക്കെ വെച്ച് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നു. അല്പസമയത്തിനകം എല്ലാവരുടെയും പ്രതീക്ഷയൊക്കെ അവരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിച്ചേരും. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. നമുക്കറിയാം ഒരുപാടധികം വിശ്വാസികൾ സ്ഥിരമായി വന്നു പോകുന്ന ഒരു ക്ഷേത്രം. ഈ പുതുവത്സരത്തിലാണ് ക്ഷേത്രം തന്ത്രി പ്രധാനമന്ത്രിയോട് ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കണമെന്നുള്ള ഒരു ആഗ്രഹം, ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അതേ തുടർന്നാണ് അദ്ദേഹം ഇപ്പോൾ ഈ കേരളത്തിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചൊരു സവിശേഷതയുള്ളത്. അദ്ദേഹം വ്രതത്തിൽ ഇരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രമേൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇതല്ലേ? അതെ, 2000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. 2000 വർഷത്തും പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന മീനൂട്ട്, വെടിവഴിപാട് ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ ഇത്. പിന്നെ മാർച്ച് 23 ഇവിടുത്തെ വരെ പൂരം പുറപ്പാടാണ്, ആറാട്ടുപുഴ പൂരം. മീനൂട്ട് നടത്തുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. ഉറപ്പായിട്ട് മീനൂട്ട് ഒരു സവിശേഷത. മീനൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ മത്സ്യാവതാര ആയിട്ടുള്ള ഒരു ഇതിന് പുഴയോരാണ്. അപ്പം അങ്ങനെ ഒരു എല്ലാവർക്കും നേരിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഭക്ഷണം കൊടുക്കുക ഒരു ഇതുണ്ടല്ലോ. അതാണ് മെയിനായിട്ട് അന്നദാനം. അതുപോലെയുള്ള ഒരു ഇതിന് പിന്നെ ഡെയിലി ഇവിടെ അന്നദാനം ഉണ്ട്. പിന്നെ ആറാട്ടുപുഴ പൂരത്തിന് 10 ദിവസത്തോളം ഇവിടെ. പിന്നെ കർക്കിടക മാസത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ലക്ഷക്കണക്കിന് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ ലൈനിൽ നിന്നിട്ടാണ് ജാതിപതമേതിന് എല്ലാവരും വന്ന് അന്ന് ആറാട്ടുപുഴ പൂരത്തിന് ഇവിടെ എല്ലാ പരിപാടികളും അത്രയും ശ്രേഷ്ഠമാണ്. കൃഷ്ണസ്മിത, ഇവിടെ സ്ത്രീകള് അച്ഛനമ്മമാരൊക്കെ വന്ന് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച. പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണോ? അതെ, പൂവിടെ. ആർക്കാ തൃശ്ശൂർ വന്നിട്ട് കാണാൻ പറ്റിയില്ല പറഞ്ഞ അമ്മയ്ക്ക്? തൃശ്ശൂർ വന്നിട്ട് കാണാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ ചേലക്കരയാണ് എൻ്റെ വീട്. ഞാനപ്പോൾ ഇവിടെ വന്നു കാണണമെന്ന് വിചാരിച്ചിട്ടാണ്. കാണാൻ വേണ്ടി പ്രധാനമന്ത്രി ഇവിടെ നിർത്തുക. പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ തൃപ്രയാറിലെത്തും. പ്രധാനമന്ത്രിയെ കാണാൻ കാത്തിരിക്കുന്നവരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നിഖിൽ പ്രമേഷാണ് റിപ്പോർട്ടുകളുമായി നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നത്.